കളരിയിൽ പഠിച്ചിട്ടുള്ള കമ്പ് കറക്കലും ഡൈവിങ്ങുമാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമുക്ക് നേരം വൈകണ്ട, നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. മോന് വീഡിയോയിൽ സംസാരിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ തന്നെ നിൻ്റെ വോയിസ് ഇട്ടിട്ട് തന്നെ നീ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ അവർ കുറേ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചതും അതും പിന്നെ കമ്പ് കറക്കലും ഡൈവിങ്ങും ഒക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കടപ്പുറത്തോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും അവർ പഠിക്കട്ടെ, പ്രാക്ടീസ് ചെയ്തൊക്കെ പഠിക്കട്ടെ. കുറേയൊക്കെ വീഴും. അപ്പോൾ മണ്ണിലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. രണ്ടാമത്തവൻ താങ്ങാണ്ടില്ലേ, അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇതാ കണ്ടില്ലേ, ഓരോ മറിയക്കത്തിലും എണീക്ക് വന്നിട്ട് എന്നെ നോക്കും വീണ്ടും. ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഈ ഒരു ഇതിനോട് കളരിയോട് താല്പര്യം ഉള്ളതുകൊണ്ടും എനിക്ക് ശകലം ഒന്ന് കമ്പ് കറക്കി പഠിക്കണം, അതിനും കൂടെ ചേർത്താണ് ഇവന്മാരെ ഞാൻ വിട്ടത്. ഇപ്പം അവർ ഏകദേശം ഒരു ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പ് കറക്കലൊക്കെ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഇവരുടെ ഒന്ന് പഠിക്കുന്ന കാര്യമാണ് പാട്. നമ്മൾ പഠിപ്പിക്കാൻ പറയുമ്പോൾ പിന്നെ കണ്ടറാക്കാണല്ലോ. അതുകൊണ്ട് എന്നാലും ഞാൻ കുറച്ചൊക്കെ അത്യാവശ്യം വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലും കുറേ പരിപാടികളുണ്ടല്ലോ, ഒന്നും തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കടപ്പുറത്തോട്ടൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് വൈകിട്ട് ഞായറാഴ്ച ആയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അവരെ കൂടെ കൊണ്ടുവന്നൊന്ന് ജസ്റ്റ് അവർക്കും ഒരു സന്തോഷമാവും. പിന്നെ അവർക്ക് ഇതിനോട് നല്ല ക്രൈസാണ്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ഞാനും വൈഫും 2 മക്കളും കൂടെ നേരെ പോയി. രാത്രിയാണ് വന്നത്. രാത്രി അവിടെ നിന്ന് ഒരു 9 മണിക്ക് ശേഷമാണ് നമ്മൾ കടപ്പുറത്തുനിന്ന് തിരിച്ചു വന്നത്. അതുവരെ അവിടെ ഇരുന്നു ഇത് കണക്ക് ഓരോന്ന് ചെയ്തു. അപ്പോൾ ഇതിൽ കുറച്ച് മാത്രം ഞാനെടുത്ത് വീഡിയോ ഇടുന്നതെന്ന് മാത്രം. അപ്പം മൂത്തവൻ ചെറുതായിട്ടൊന്ന് കറക്കി മറ്റവനെയും പഠിപ്പിച്ചു കൊടുക്കും. അവനും അത് കണ്ടൊക്കെ ഒന്ന് ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. എന്തായിരുന്നാലും അവന്മാരെ മാക്സിമം പറ്റുന്ന സമയം വരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇച്ചിരി നേരം ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ ഇരുട്ടിയപ്പോഴത്തേക്ക് ഒരു കറക്കുന്നൊരു സ്റ്റൈൽ കാണാൻ ഒരു പ്രത്യേക രസമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ചുമ്മാ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഇതാക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്കും അത് താല്പര്യമാണ്. അതേപോലെ തന്നെ ഞാൻ ഇവരെ കയ്യിൽ നിന്ന് ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കാണാതെ ഇവർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അവസാനം ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും അത്രയും നമ്മൾ അവന്മാർ കറക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ഇതൊന്നുമല്ല, ഒരു ജസ്റ്റ് നമുക്കൊരു ടൈം പാസ്, നമുക്കതിനോടൊരു താല്പര്യം, ആ താല്പര്യം കൊണ്ട് നമ്മളത് ചെയ്യുന്നതെന്ന് മാത്രം. എന്തായിരുന്നാലും കുട്ടികളെ ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരുന്നാൽ അവരുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യത്തിനൊക്കെ വളരെ ഉപകാരപ്പെടും എന്നുള്ളതാണ് ഇതിലുള്ള ഒരു നേട്ടം. അപ്പോൾ അല്ലാതെ വീട്ടിൽ ചുമ്മാ ഇരുന്ന് ഗെയിം കളിച്ചിരുന്ന് ഉള്ള ഇതും മെൻ്റലിയും എല്ലാം ഭയങ്കര ഡിപ്രസ്ഡ് ആവണേക്കാട്ടി നല്ലത് ശകലമൊന്ന് പുറത്തൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്യിക്കുന്നതൊക്കെ തന്നെയാണ്. ഇപ്പം മക്കളുകൾ മൊബൈൽ വിട്ട് മാറുന്നില്ലല്ലോ. അപ്പോൾ മൊബൈലിൽ നിന്നൊരു അഡിക്ഷനും എല്ലാം മാറ്റാനും, പിന്നെ നമ്മുടെ മക്കൾ അങ്ങനെ മൊബൈൽ ഉപയോഗിക്കാറില്ല. പിന്നെ അവർക്ക് ഈ കിട്ടുന്ന അവസരത്ത് ഓടി വന്നിട്ട് ഞാൻ ഒത്തിരി ഒന്ന് ഇതാക്കിക്കോട്ടെ, വോയിസൊക്കെ ഇട്ടോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ നമ്മളും അധികം അങ്ങനെ ഇതാക്കാറില്ല. അപ്പോൾ ഞാനിതാണ്ട് കുറച്ചൊന്ന് രാത്രിയാകുമ്പോൾ ആരും കാണൂലല്ലോ, അല്ലെങ്കിൽ ആൾക്കാർ കണ്ടിട്ട് കളിയാക്കൂല ഞാൻ ഈ കിടന്ന് കാണിക്കണം എന്താണെന്ന് വെച്ചിട്ട് ആൾക്കാർ രാത്രിയാകുമ്പോൾ ആരും കാണത്തില്ല. അതുകൊണ്ട് എന്തായിരുന്നാലും ഞാനും ഒന്ന് കറക്കി നോക്കുന്നു. ഇതൊക്കെ അവന്മാരെ ഇത് പഠിച്ചെടുത്താണ്. ചക്കല ഒന്ന് അവരിതൊക്കെ പഠിച്ചെടുത്താണ്. ഇതിൽ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. അവന്മാർ ഇടയ്ക്കിടയ്ക്ക് കണ്ടറാക്കി വിടുകയും ചെയ്യും. അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ വരുന്നത് നമ്മുടെ ഗീവ് അവേയുടെ വീഡിയോ ആയിരിക്കും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് കാണുക, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മെസ്സേജ് ഇടുക. അതേപോലെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ വാങ്ങുക. ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ കളരിയുടെ ആ ഒരു ഇതൊക്കെ ഇതുവരെയൊക്കെ എത്തി. ഇനി ബാക്കിയൂടെയൊക്കെ പഠിച്ചെടുക്കട്ടെ. എടുത്തതിന് ശേഷം എല്ലാവരുടെയും കൂടെയൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കണക്ക് കടപ്പുറം തൊട്ടടുത്ത് ആയതുകൊണ്ട് ജസ്റ്റ് അവിടെ പോയിരുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അവന് 2-3 എണ്ണം അവിടെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്.